ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ ആംപ്ലിഫയേഴ്സ് ആയിരുന്നു അല്ലേ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 2-3 ചെറിയ ടോപ്പിക്കും കൂടി നോക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ക്ലാസ് നമ്മൾ എയും ബിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്താണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളത് നല്ലോണം നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് എ ബി ആണ്. ഓക്കെ, ക്ലാസ് എ ബി ഇറ്റ് ഈസ് സിംപ്ലി നമ്മൾ വേണമെങ്കിൽ രണ്ടിനും കോമ്പിനേഷൻ അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാം പറയാം. കാരണം എന്ന് വെച്ചാൽ ബയാസിങ് സർക്യൂട്ടിൻ്റെ ചോദ്യമാണ് നമ്മൾ ഒന്നാമത് കാണുന്നത്. അപ്പോൾ ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ ഈ ബയാസിങ് സർക്യൂട്ട് ഈസ് അഡ്ജസ്റ്റ് സച്ച് ദാറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആണ് നമ്മളെപ്പോഴും പറയാറ്. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ക്യൂ എന്ന് പറയുന്ന സാധനം ഇറ്റ് ലൈസ് നിയർ ദ കട്ട് ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഈ പോയിൻ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലൈസ് നിയർ ദ കട്ട് ഓഫ് വോൾട്ടേജ്. ഓക്കെ, കട്ട് ഓഫ് വോൾട്ടേജിൻ്റെ അടുത്ത് ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസ് എ ബി ആംപ്ലിഫയർ. ഓക്കെ, പിന്നെ ഇതിൽ പറയാനുള്ള പോയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പോർഷൻ ഓഫ് സിഗ്നൽ. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് പോലെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്കീമാറ്റിക് പറയുമ്പോൾ കുറച്ചും കൂടി അത് ക്ലിയർ ആവും. നമുക്ക് ആ സ്കീമാറ്റിക് ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലോഡ് ലൈൻ, ശരിയല്ലേ? അപ്പോൾ ഈ ലോഡ് ലൈനിനെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ സിഗ്നൽസ്. ഓക്കെ, അപ്പം ഈ സിഗ്നൽസിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പം ഇതിൽ പിന്നെ ഈ ലോഡ് ലൈനിലെ വിത്ത് റെസ്പെക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, ഇത് ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ഒരു സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു സൈൻ വേവ് തന്നെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കിട്ടുന്ന ഒരു ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനൊരു സംഭവത്തിലാണ് കിട്ടുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം കട്ട് ഓഫ് വോൾട്ടേജിന് അടുത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യൂ പോയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നിങ്ങൾ നോക്കൂ, ഒരു സ്മോൾ പോർഷൻ ഓഫ് നെഗറ്റീവ് സൈക്കിൾ, അതായത് ഇത് ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ നെഗറ്റീവ് സൈക്കിൾ, ശരിയാണല്ലോ. ഇതിൻ്റെ സ്മോൾ പോർഷനെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ പോർഷൻ ഓഫ് നെഗറ്റീവ് സൈക്കിൾ ആൻഡ് കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനിൽ ദ ഇൻപുട്ട് സർക്യൂട്ട് റിമെയിൻ ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഹെൻസ് ദ കളക്ടർ കറണ്ട് ഫ്ലോസ്. ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് ആവും, അതുപോലെ കളക്ടർ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, ആ ചെറിയൊരു പോർഷൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഇൻപുട്ട് എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, ഈ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, കളക്ടർ കറണ്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് എ ബി ഇങ്ങനെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ പകുതി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹാഫ് സൈക്കിൾ ഫുള്ള് കിട്ടാത്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു പുതിയ സാധനം എംപ്ലോയ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്ലാസ് എ ബി ഓപ്പറേഷൻ നീഡ്സ് എ പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, ക്ലാസ് എ ബിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുഷ് പുൾ ആംപ്ലിഫയർ വേണമെന്ന്, പുഷ് പുൾ ആംപ്ലിഫയർ അല്ല, പുഷ് പുൾ കണക്ഷൻ വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്തിന് നമുക്ക് എന്താണ് ആവശ്യം, എന്തായിരുന്നു, ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് പുൾ സർക്യൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, പറയും. ഓക്കെ, ഇനി ഈ ക്ലാസ് എ ബിയുടെ ഒരു കുറച്ച് 2-3 പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ് നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എലിമിനേറ്റ്, ഇത് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ, ടു എലിമിനേറ്റ് യുവർ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പിന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് സമയത്ത് നമുക്ക് വെച്ചാൽ ഇൻപുട്ട് സൈക്കിളിൽ കിട്ടും, അതുപോലെ തന്നെ നെഗറ്റീവ് സൈക്കിളിൽ ഈ നെഗറ്റീവിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണെന്ന് കൊടുത്താൽ മതി. നിങ്ങൾ ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കാണാറ്. ഇതിൻ്റെ വർക്കിംഗ് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസ് സി ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ക്ലാസ് സി ആംപ്ലിഫയറിലും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ലെസ് ദാൻ 180 ഡിഗ്രി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ സൈക്കിൾ. ഓക്കെ, ഇതും ഓപ്പറേറ്റ് ചെയ്യുന്നത് എത്രയാണ്, 180 ഡിഗ്രി ലെസ് ദാൻ ഇൻപുട്ട് സിഗ്നൽ സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് സി ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം പോലെ വരയ്ക്കുവാണെങ്കിൽ, ക്ലാസ് സി ഒക്കെ റയറാണ് ചോദിക്കുന്നത്. ക്ലാസ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. ക്ലാസ് ഇ ആയാലും ഡി ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ക്ലാസ് എയും ബിയും ആണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതിയാവും. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആർ എഫ് സി, ഇത് വി ബി വി മൈനസ് വി ബി വി. ഓക്കെ, ഇത് വി ഇൻപുട്ട്, പിന്നെ ഇത് സി. ഓക്കെ, ഇത് നിങ്ങളുടെ വി ഔട്ട്. അടുത്തത് പ്ലസ് വി സി സി ആണ്, ഇത് എല്ലാം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് അറിയാനുള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു, എന്താണ്? ഇറ്റ് ഓപ്പറേറ്റ്സ് ഫോർ ലെസ് ദാൻ 180 ഡിഗ്രി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ സൈക്കിൾ. ഓക്കെ, പിന്നെ ട്യൂൺഡ് സർക്യൂട്ട് ഉണ്ട് ഔട്ട്പുട്ടിൽ, അതാണ് ഈ ആർ എഫ് സി നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇറ്റ് വിൽ പ്രൊവൈഡ് എ ഫുൾ സൈക്കിൾ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഫോർ ദ റെസണൻറ്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ട്യൂൺഡ് എൽ സി ടാങ്ക് സർക്യൂട്ടിന് വിത്ത് റെസ്പെക്ട് ടു എന്താണെന്ന് വെച്ചാൽ ട്യൂൺഡ് സർക്യൂട്ട് വിൽ പ്രൊവൈഡ് എ ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഈ ട്യൂൺഡ് സർക്യൂട്ടാണ് ചിലപ്പോൾ ചോദിക്കാം, ഏതിലാണ് നമ്മൾ ട്യൂൺഡ് സർക്യൂട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ട്യൂൺഡ് സർക്യൂട്ടുകളൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ട്യൂൺഡ് സർക്യൂട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ ക്ലാസ് സി ആംപ്ലിഫയറിലാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സുകളിലൊക്കെ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കാണാറുള്ളൂ. നമ്മൾ ഈ ട്യൂണിൻ്റെ കാര്യം പറഞ്ഞതാണ്, ക്ലാസ് സി ഇതിനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചെറിയ സിഗ്നൽസിനെ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ വലിയ പവർ സിഗ്നൽസ് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ക്ലാസ് സിയിൽ പഠിക്കാൻ. അല്ല, ട്യൂൺ സർക്യൂട്ട് എന്നുള്ള പോയിന്റ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് ക്ലാസ് ഡി. ഓക്കെ, ക്ലാസ് ഡി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇപ്പോൾ ഇത്രയും നേരം പഠിച്ചാൽ നമ്മൾ പറയുമ്പം ഈ എയും ബിയും എ ബിയും മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഫിഷ്യൻസിയാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ബീൻ്റെ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞാൽ 78.5 ആണല്ലേ. ക്ലാസ് ഡീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ക്ലാസ് ഡി ക്യാൻ അറ്റൈൻ ആൻ എഫിഷ്യൻസി ഓഫ് 90%. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. 90% എഫിഷ്യൻസിയിലേക്ക് എത്തിക്കാനുള്ളൊരു സാധനമാണ് നമ്മളെന്ത് ക്ലാസ് ഡി എന്ന് പറയുന്നത്. കാരണം ഡിജിറ്റൽ അല്ലെങ്കിൽ പൾസ് ടൈപ്പ് സിഗ്നലാണ് ആക്ച്വലി അല്ലേ. ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ പൾസ് ടൈപ്പ് സിഗ്നലുകളാണ് കോമൺ ആയിട്ട് കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് ഇതിന്. ഓക്കെ, അപ്പം ഏതൊരു ഇൻപുട്ട് സിഗ്നലിനെ അതിൻ്റെ പൾസ് ടൈപ്പ് വേവ് ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ ഏതൊരു സിഗ്നലിനെയും നമ്മളെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത്രയും എഫിഷ്യൻ്റ് ആണ്. കാരണം വേറെ ലോസുകളും എക്സ്റ്റേണൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കംപ്ലീറ്റ് ഡിജിറ്റലായിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് എഫിഷ്യൻസി എന്ത് വളരെയധികം കൂടുതൽ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന ഒരു പോയിന്റ് വെച്ചാൽ ഞാൻ ജസ്റ്റ് പോയിന്റ് വൈസ് പറയാം. ക്ലാസ് ഡി ആംപ്ലിഫയർ ഡിസൈൻ ടു ഓപ്പറേറ്റ് വിത്ത്, ഞാൻ പറഞ്ഞു എന്താണ്, ഡിജിറ്റൽ അല്ലെങ്കിൽ പൾസ് ടൈപ്പ് സിഗ്നൽ അല്ലേ. അതായത് ദാറ്റ് ഈസ് ടു കൺവേർട്ട് ആൻ ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു എ പൾസ് ടൈപ്പ് വേവ് ഫോം ബിഫോർ യൂസിങ് ഇറ്റ് ടു ഡ്രൈവ് എ ലാർജ് പവർ ലോഡ്. ലാർജ് പവർ ലോഡ് ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പൾസ് ടൈപ്പ് വേവ് ഫോമിലേക്ക്, എന്നിട്ട് എന്ത് ചെയ്യാൻ, ടു കൺവേർട്ട് ദ സിഗ്നൽ ബാക്ക് ടു സൈനസോയിഡൽ ടൈപ്പ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ, സൈനസോയിഡൽ ടൈപ്പിലേക്ക് കിട്ടുന്ന വിധത്തിൽ ടു റിക്വയർഡ് ദ ഒറിജിനൽ സിഗ്നൽ. ക്ലിയർ? അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. നെക്സ്റ്റ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം സിംപ്ലി നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ചോദ്യങ്ങൾ കുറവാണ്, 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ ഇതിൽ. നാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് പ്ലസ്, ഇതാണ് നമ്മുടെ എന്ത്, കമ്പാരേറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പാരേറ്റർ, ഇതാണ് നമ്മുടെ എന്ത്, ആംപ്ലിഫയർ. പിന്നെ ഇതാണ് നമ്മുടെ എന്ത്, LPF അല്ലെങ്കിൽ ലോ പാസ് ഫിൽട്ടർ. ഇതാണ് നമ്മുടെ എന്ത്, വി ഔട്ട്. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ എന്ത്, വി ഇൻ എന്ന് പറയുന്ന സാധനം. ഇതാണ് ഫീഡ്ബാക്ക്. ഓക്കെ, പിന്നെ ഇത് കമ്പാരേറ്റർ പറഞ്ഞു. ഇതാണ് നമ്മുടെ സോ ടൂത്ത് ജനറേറ്ററാണിത് കേട്ടോ. ഇവിടെയുള്ള സാധനമാണ് സോ ടൂത്ത് ജനറേറ്റർ. ഇതാണ് നമ്മുടെ സോ ടൂത്ത് ജനറേറ്റർ. ഓക്കെ, ഇത് കമ്പാരേറ്റർ, ഇത് ആംപ്ലിഫയർ, ലോ പാസ് ഫിൽറ്റർ. ഓക്കെ,
ഈ LPF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിങ് ഡിജിറ്റൽ സിഗ്നൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നൽ ബാക്ക് ടു സൈനസോയിഡൽ ടൈപ്പ് സിഗ്നൽ. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽ ബാക്ക് ടു സൈനസോയിഡൽ ടൈപ്പ് സിഗ്നലിനാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ പാസ് ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഏത് ഡിവൈസാണ് നമ്മളെ ഡ്രൈവർ ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് കണ്ടതാണത്. ഓക്കെ, ഡ്രൈവർ ഡിവൈസസ് ഫോർ യുവർ ക്ലാസ് ഡി. ക്ലാസ് ഡിൻ്റെ ഡ്രൈവർ ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോസ്ഫെറ്റ്. ഓക്കെ, പവർ മോസ്ഫെറ്റ് ഡ്രൈവ്സ് ഡിവൈസുകളാണ് ക്ലാസ് ഡിയിൽ കൂടുതലായിട്ട് നമുക്ക് ഡ്രൈവർ ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം. ദ ബ്ലോക്ക് ഡയഗ്രാമത്തിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. ദ ബ്ലോക്ക് ഡയഗ്രാം ഡിനോട്ട്സ് ദ യൂണിറ്റ് റിക്വയർഡ് ടു ആംപ്ലിഫൈ ദ ഡിജിറ്റൽ സിഗ്നൽ, അല്ലേ, ഡിജിറ്റൽ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുക ആൻഡ് ദെൻ കൺവേർട്ട് ബാക്ക് ടു ദ സൈനസോയിഡൽ ടൈപ്പ് സിഗ്നൽ. തിരിച്ചു കൊണ്ടുവരുന്ന സാധനം ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും, അതാണ് LPF അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ദ ആംപ്ലിഫയേഴ്സ് ട്രാൻസിസ്റ്റർ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ ഔട്ട്പുട്ട് ഐദർ ബേസിക്കലി ഓൺ ഓർ ഓഫ്. ഓക്കെ, ദേ പ്രൊവൈഡ് കറണ്ട് ഓൺലി വെൻ ദേ ആർ ടേൺ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വിത്ത് ലിറ്റിൽ പവർ ലോസ് ഡ്യൂ ടു ദെയർ ലോ ഓൺ വോൾട്ടേജ്. ഓക്കെ, ലിറ്റിൽ പവർ ലോസ് സമയത്ത് മാത്രമാണ് ഓൺ ആവുന്നത്. ഓക്കെ, ലിറ്റിൽ പവർ ലോസേ ഉള്ളൂ. ഓക്കെ, ഓൺ സ്റ്റേറ്റ് വോൾട്ടേജിൽ. പിന്നെ മോസ്റ്റ് ഓഫ് ദ പവർ സപ്ലൈ ടു ദ ആംപ്ലിഫയർ ഈസ് ട്രാൻസ്ഫർ ടു ദ ലോഡ്. അതുകൊണ്ടാണ് ഈ മോസ്റ്റ് ഓഫ് ദ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് സോ ദ എഫിഷ്യൻസി ഓഫ് സർക്യൂട്ട് ഈസ് വെരി ഹൈ. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് പോപ്പുലർ ഡ്രൈവർ ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്ന പവർ മോസ്ഫെറ്റുകളാണ്. ഓക്കെ ആണല്ലോ, അതാണ് ആ പോയിന്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ക്ലാസ് ഡീനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാൻ. ഓക്കെ, ഇനി നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ആംപ്ലിഫയർ, സാധാരണ ഇതിൻ്റെ പവർ ആംപ്ലിഫയർ വൺ ട്രാൻസിസ്റ്റർ കോൾ ദ സിംഗിൾ എൻഡഡ് ആംപ്ലിഫയർ. ഓക്കെ, ഒരു ആംപ്ലിഫയറുള്ള ഒരു ട്രാൻസിസ്റ്ററുള്ള സ്ഥലത്ത് നമ്മൾ സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ എൻഡഡ് ആംപ്ലിഫയറിൽ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളത് പ്രൂവ് ചെയ്യുന്നതാണ്, അല്ലേ, D1 D2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതല്ലേ. ഓക്കെ, ബിക്കോസ് ഓഫ് ദ നോൺ ലീനിയർ ഓഫ് ഡൈനാമിക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ട്. സച്ച് എ ഡിസ്റ്റോർഷൻ ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. ഈ ഡിസ്റ്റോർഷൻ കുറയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുഷ് പുൾ ആംപ്ലിഫയറെ പ്രത്യേകിച്ച് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവും ഒരു സിംഗിൾ സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻഡഡ് അല്ലെങ്കിൽ പുഷ് പുൾ ആംപ്ലിഫയർ. മേക്സ് യൂസ് ഓഫ് ടു ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേജ്. ഒരു സിംഗിൾ സ്റ്റേജിൽ രണ്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ലൂപ്സ്. അവിടെ തന്നെ രണ്ട് ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, ടു ലൂപ്സ് ഇൻ വിച്ച് ദ ട്രാൻസിസ്റ്റർ കറണ്ട് ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ലൂപ്പിലായിട്ട് അത് പോവും. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, അഡീഷൻ നടക്കും. ആ രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു പുതിയൊരു ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ പുഷ് പുൾ ആംപ്ലിഫയർ എലിമിനേറ്റ് സം ഓഫ് ദ ഡ്രോബാക്സ് വിച്ച് ആർ ഇൻ ദ സിംഗിൾ ആൻഡ് കപ്പിൾ എൻഡഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, കപ്പിൾ എൻഡഡിൽ അല്ലെങ്കിൽ സിംഗിൾ എൻഡഡിലെ കുറച്ച് എന്താണ് ഡ്രോബാക്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും, നമ്മുടെ പുഷ് പുൾ ആംപ്ലിഫയറിനെ കൊണ്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ചെറിയൊരു ഡ്രോബാക്സ്. ഓക്കെ, ആ ഡ്രോബാക്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ ഡ്രോബാക്ക് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ. നമ്മുടെ TSD ഉണ്ടല്ലോ, അത് വെരി ഹൈ ആണ്. ഓക്കെ, ഇതൊക്കെ എലിമിനേറ്റ് ആവും. ഓക്കെ, ഈ ഡ്രോബാക്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാ സിംഗിൾ എൻഡറിൻ്റെ ഡ്രോബാക്സ് ആണ് പറയുന്നത്. ഓക്കെ, പിന്നെ ദ മാക്സിമം ഔട്ട്പുട്ട് പവർ ഇസ് ഡെലിവേർഡ് അറ്റ് എ ലോഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ വാല്യൂ ഫോർ മിനിമൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ. അപ്പോൾ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നത് മിനിമൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ്റെ ഡിഫറെൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, പിന്നെ ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഈസ് സബ്ജക്റ്റഡ് ടു സാച്ചുറേഷൻ പ്രോബ്ലംസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ. സാച്ചുറേഷൻ പ്രോബ്ലംസും ഇതിന് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതും ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മുടെ സിംഗിൾ എൻഡഡിൽ പറയുന്നത്. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് എ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്കിമാറ്റിക് ഓഫ് യുവർ ക്ലാസ് എ പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ ആണല്ലോ? അപ്പം ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് സിഗ്നൽ കിട്ടുവാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ അതിനെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു IC, നമ്മൾ കളക്ടർ കറണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ IC1 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാണ് നമ്മൾ കറക്റ്റ് ഓപ്പറേറ്റിംഗ് ICQ.
ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ റിവേഴ്സിലുള്ള സാധനം. ഓക്കെ, ഇത് നമ്മൾ അടുത്തൊരു ICQ, ഇതൊരു IC2. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ രണ്ട് തരത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ തിരിച്ച് വരക്കും, വേണമെങ്കിൽ തിരിച്ച് വരച്ച് ഇവിടെ മേലെ എടുത്ത് ഇവിടെ -IC കിട്ടുമെന്ന് കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെയായാലും കിട്ടുന്ന ലോഡ് എന്ന് വെച്ചാൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെന്നും പറഞ്ഞു. അതുപോലെ രണ്ടിൻ്റെയും അഡീഷനാണ്, ഇവിടെ നമുക്ക് അഡീഷനാണ് കിട്ടുക. ഓക്കെ, ഏതിൻ്റെയൊക്കെ ഈ IC1 + IC2 ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ വരയ്ക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഒരു വലിയൊരു സിഗ്നലായിട്ടാണ് വരിക. ഓക്കെ, ഒരു ആംപ്ലിഫൈഡ് സിഗ്നലായിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അതായത് ഇത് IC1 + -IC2. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴല്ല മൈനസ്, ഇത് IC2 ആണ്. ഇത് -IC2 ആക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ -IC2 ആയിക്കോളും. ഇവിടെ -ICQ എന്ന് വരച്ചാൽ മതി. അതിൻ്റെ ഒരു ആംപ്ലിഫൈഡ് സിഗ്നലാണ് ഇതിട്ട്. അപ്പോൾ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസ് A പവർ ആംപ്ലിഫയർ. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ജസ്റ്റ് കേൾക്കുക. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ബിഫോർ ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷന് മുന്നേ ഇൻപുട്ട് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും. എങ്ങനെയായിട്ട്? രണ്ട് സെപ്പറേറ്റ് സിഗ്നൽ, അതാണ് നേരത്തെ കാണിച്ചിരിക്കുന്നത്. രണ്ട് സെപ്പറേറ്റ് സിഗ്നലായിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. വിച്ച് ആർ ഐഡൻറ്റിക്കൽ, രണ്ടും ഈക്വൽ ആണ്, പക്ഷേ എത്രയാണ്? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് സിഗ്നൽസ് ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് വൺ ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഒരു ട്രാൻസിസ്റ്റർ സമയത്തേക്ക് ഈച്ച് ഓഫ് ദ സിഗ്നലിന് രണ്ട് ട്രാൻസിസ്റ്ററുകളുടെ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും അക്രോസ് കൊടുക്കും. ഒരെണ്ണം മറ്റേ ട്രാൻസിസ്റ്റർ കൊടുക്കും, ഒരെണ്ണം ഇപ്പോഴത്തെ ട്രാൻസിസ്റ്റർ കൊടുക്കും. ഓക്കെ, സിൻസ് ദ ഇൻപുട്ട് ഓഫ് 2 ട്രാൻസിസ്റ്റേഴ്സ് ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, രണ്ട് ട്രാൻസിസ്റ്ററും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടും. അതാണ് കാണിച്ചത്. Okay, the output transistor is connected in the collector circuits of the transistor in such a way that the collector currents of 2 transistors combine, രണ്ടെണ്ണം combine ചെയ്ത് to provide an overall signal having the same waveform as the original input signal. Okay, അങ്ങനെ combine ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്ന പോലെ ആക്ട് ചെയ്യും. പിന്നെ the magnitude of this combined output signal, ഈ combined output signalന്റെ magnitude ആണ്, it is larger than the input signal. നമ്മൾ കണ്ടല്ലോ, ഈ ലാർജർ ഇൻപുട്ട് സിഗ്നലാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ് എ അല്ലെങ്കിൽ പുഷ് പുൾ ആംപ്ലിഫയർ ക്ലാസ് എയും AB-യിലും ക്ലാസ് ബിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ക്ലാസ് എൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടത്. ഓക്കെ, അപ്പം അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി ഇതുപോലെ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അതിൻ്റെ ഓപ്പറേഷൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ when the base of the transistor, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഈസ് ഡ്രിവൺ പോസിറ്റീവ്. ഓക്കെ, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഈസ് ബീങ് ഡ്രിവൺ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ ക്യുസെൻറ്റ് പോയിന്റ്. നമ്മൾ കണ്ടല്ലോ ക്യുസെൻറ്റ് പോയിന്റ്. ദ കളക്ടർ കറണ്ട് ഇൻക്രീസസ്, thus causing a decrease in the potential collector potential related to ground. Okay, at the same time എന്ത് ചെയ്യുന്നു? A reverse action takes place in the base circuit of the second, അല്ലെ, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ ഒരു റിവേഴ്സ് ആക്ഷൻ ഹാപ്പൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ, അപ്പോൾ ബേസ് കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, കോസിങ് എ ഡ്രോപ്പ് ഇൻ ദ കളക്ടർ കറണ്ട്. നേരത്തെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യരുത്, ഇപ്പോൾ കളക്ടർ കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡ്രോപ്പ് ഇൻ കളക്ടർ കറണ്ട്. കണ്ടോ? ഓക്കെ, വിത്ത് ക്യൂസെൻറ്റ് റൈസ് ഇൻ ദ കളക്ടർ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നേരത്തെ കളക്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു, ഇവിടെ കളക്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. Okay, this means that the AC current flowing through the transformer primary winding is in the same direction. Okay, അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് AC കറണ്ട് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. As your IC1 increases, IC1 ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വെച്ചാൽ പുൾ ചെയ്യുക എന്ന് പറയാം, അതായത് പുൾസ്. ദെൻ ദ കറണ്ട് IC2 ഡിക്രീസ്, ഒരെണ്ണം ഇൻക്രീസ് ചെയ്യും, പുള്ളി ചെയ്യും, മറ്റൊന്ന് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഓവറോൾ ഓപ്പറേഷൻ റിസൾട്ട്സ് ഇൻ ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഈസ് ഈസിലി ഡെലിവേർഡ് ടു ദ ലോഡ്. ഈസിലി ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത് ഈ രണ്ട് ഓപ്പറേഷൻ പുഷിങ്ങും പുള്ളിങ്ങും നടക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, നേരത്തെ നമ്മൾ ഓപ്പറേഷനിൽ കാണിച്ച പോലെ റിവേഴ്സ് ഡയറക്ഷനിൽ രണ്ടും ഫ്ലോ ചെയ്ത് ഒരു കംപ്ലീറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു സിഗ്നലിനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ആ ഒരു രീതിയിലേക്ക് കോൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു പിന്നെ ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് 2 ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ മാച്ച്ഡ് പെയർ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, രണ്ട് ട്രാൻസിസ്റ്റർ വേണം, അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നീഡ് ഓഫ് യൂസ് ഓഫ് ഡ്രൈവർ സ്റ്റേജ്
ഒരു ഡ്രൈവർ സ്റ്റേജിന് നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് ഔട്ട്പുട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഔട്ട്പുട്ടിനെ അത് ക്ലിയർ ആക്കി വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ഫോമാറ്റിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ബൾക്കിയാണ്, അതുപോലെ എന്താണ് എക്സ്പെൻസീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിൽ നോക്കാനുണ്ട്, നമ്മളെ 2 സ്റ്റേജ് ആംപ്ലിഫയർ, നമ്മളെ ക്ലാസ് എ പുഷ് പുൾ ആംപ്ലിഫയറിൽ നോക്കാൻ വേണ്ടി ഉണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് അതിലുള്ളതാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ നമ്മൾ ഇതേ ഒരു ഫോർമാറ്റിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടൊക്കെ എന്താണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ് എ തന്നെയാണ്. ഓക്കെ, ക്ലാസ് എൻ്റെ ഒക്കെ ഏകദേശം സർക്യൂട്ടൊക്കെ അതിന്, പക്ഷേ ബയാസും കട്ട് ഓഫിൽ ബയാസ് ചെയ്തെന്നൊരു പോയിന്റ് ഉണ്ട്. പിന്നെ ഇൻ ദി സർക്യൂട്ട് ദ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഓപ്പറേറ്റ്സ് ആസ് ക്ലാസ് ബി. ഓപ്പറേഷൻ ഇതുപോലെയാണ്, ക്ലാസ് ബി ആണ്. ഇഫ് വാട്ട് ഹാപ്പൻസ് ഈസ് ഇഫ് യുവർ ആർ അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റർ, ഓക്കെ, ബിക്കോസ് എ ട്രാൻസിസ്റ്റർ ഈസ് കട്ട് ഓഫ് ദ ബേസ് ഈസ് ഷോർട്ടഡ്. ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നത്, ബേസ് ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കട്ട് ഓഫ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഈ ക്ലാസ് എ ഓപ്പറേഷൻ അഡ്വാൻറ്റേജിന് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസ് ബീൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഗ്രേറ്റർ പവർ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അതുപോലെ ഹയർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ രണ്ട് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ രണ്ട് വ്യത്യാസമുള്ള അല്ലെങ്കിൽ രണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഹയർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി നമ്മുടെ ക്ലാസ് ബീൻ്റെ ഏകദേശം ആ ഒരു എഫിഷ്യൻസി തന്നെ. ക്ലാസ് ബീൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 78.5 അല്ലേ. ഇത് പ്രൂവ് ചെയ്ത് തന്നെ കിട്ടും, പക്ഷേ പ്രൂവ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് പഠിച്ച് വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം സെയിം ഇത് തന്നെയാണ്, നമ്മൾ ക്ലാസ് ബീൻ്റെ ഓപ്പറേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഈ R2 എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. ഓക്കെ, കാരണം ട്രാൻസിസ്റ്റർ ഈസ് എസെൻഷ്യലി അറ്റ് കട്ട് ഓഫിലാണ് ട്രാൻസിസ്റ്റർ. കട്ട് ഓഫ് ഇറ്റ്സ് ദ ബേസ് ഈസ് ഷോർട്ടഡ് ടു എമിറ്റർ. ബേസ് എമിറ്ററിലേക്ക് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചാൽ മതി. ഗ്രേറ്റർ ഔട്ട്പുട്ട് ഉണ്ട്, ഹയർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കണ്ടക്റ്റിംഗ് ആംഗിളും എല്ലാം ഏതുപോലെ തന്നെയാണ്, ക്ലാസ് ബീൻ്റെ അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, സിമ്പിളായിട്ട് ഓക്കെ. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജുകൾ ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് ബി ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ഇൻ സിസ്റ്റംസ് വേർ, ഇത് വേണമെങ്കിൽ ചോദിക്കാം, ലിമിറ്റഡ് പവർ സപ്ലൈ, അതായത് നമ്മളെ സോളാർ സെല്ല്, ബാറ്ററി, ലിമിറ്റഡ് പവർ സപ്ലൈ അല്ലേ വേണ്ടു. അവിടെയൊക്കെ ഏത് ആംപ്ലിഫയർ ആണെന്ന് ചോദിച്ചാൽ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ക്യാൻസലേഷൻ ഓഫ് ഓൾ ഈവൺ ഹാർമോണിക്സ്, എല്ലാ ഈവൺ ഹാർമോണിക്സും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. മേക്സ് ഇറ്റ് ഹയർ ഡിസൈറബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ സൗണ്ട് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സൗണ്ട് എക്യുപ്മെൻറ്റ്സിൽ ഇതൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ കൂടുതലാണ്. അതുപോലെ സെൽഫ് ബയോസ് കനോട്ട് ബി യൂസ്ഡ്, സെൽഫ് ബയാസിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ സപ്ലൈ വോൾട്ടേജ് മസ്റ്റ് ഹാവ് ഗുഡ് റെഗുലേഷൻ വേണം. ഓക്കെ, എവിടെയാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓഡിയോ വർക്ക് ഇൻ പോർട്ടബിൾ റെക്കോർഡ് പ്ലെയേഴ്സ്, സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ്, ഹൈ ഫിഡിലിറ്റി റേഡിയോ റിസീവേഴ്സ്, ഇവിടെയൊക്കെയാണ് ഇത് കൂടുതലുമായും യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതിനെക്കുറിച്ച് വൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ വർക്കിംഗ് ഒന്നും അങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് എഫിഷ്യൻസി നെക്സ്റ്റ് നോട്ട് ചെയ്തോ. ക്ലാസ് ബീൻ്റെ അതേ എഫിഷ്യൻസി തന്നെയാണ്. എത്രയാണെന്ന് ചോദിച്ചാൽ 78.5% തന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ഇതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അത് പ്രൂവ് ചെയ്താൽ കിട്ടും, പിന്നെ മറ്റേതുപോലെ പ്രൂവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ വേണമെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഡ്രോ ചെയ്യാം. എന്നിട്ട് ഓപ്പറേഷൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സിമിലർ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ചെറിയൊരു വേർഷൻ സർക്യൂട്ട് വരച്ചു തരാം. ഓക്കെ, അത് കുറച്ച് ലെങ്തിയർ സർക്യൂട്ടുകളാണ് നമ്മുടെ ബുക്കുകളിലൊക്കെ കാണുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ R2 എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ബേസിലേക്ക് പോകുന്ന ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, അതാണ് R2. ഇതാണ് സാധനം കേട്ടോ, R2. പിന്നെ ഉള്ളത് ഇതാണ് ബാക്കിയുള്ളത്. ബേസിലേക്കാണ്, ബേസാണ് കേട്ടോ, ബേസിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ,
പിന്നെയുള്ളതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത്, നമ്മുടെ ഒരു ലോഡ് റെസിസ്റ്റർ തന്നെയാണ് വരിക. ഓക്കെ, ലൗഡ് സ്പീക്കർ ലോഡ് റെസിസ്റ്റർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതിൻ്റെ പ്രൂഫിലേക്ക് പോകണ്ട, നമ്മൾ ഓൾറെഡി RLൻ്റെ എഫിഷ്യൻസി കിട്ടുന്ന കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവൻ ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇനിയും അതിൻ്റെ ഒരു പ്രൂഫിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഇത് RL, ഇതാണ് നമ്മുടെ IL = IC1 - IC2. ഓക്കെ, അപ്പം പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് -+ VCC, ട്രാൻസിസ്റ്റർ Q1, ട്രാൻസിസ്റ്റർ Q2. ഓക്കെ, ഇതാണ് IC1, ഇതാണ് നമ്മുടെ IC2. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് VI. ഓക്കെ, VI. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ ജസ്റ്റ് സർക്യൂട്ട് സ്കീമാറ്റിക് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ദ സെൻറ്റർ ടാപ്ഡ് സെക്കൻഡറി ഓഫ് ദ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഡെവലപ്സ് 2 സിഗ്നൽ. ഓക്കെ, പക്ഷേ എന്താണ് ഫേസ് ഓപ്പോസിഷൻ, നേരത്തെ അതേ പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും കേട്ടോ. ദ ട്രാൻസിസ്റ്റർ Q1, Q2 are driven by these 2 signals. When V1 is going positive, V2 എന്താവും നെഗറ്റീവ് ആവും. ഓക്കെ, V1 പോസിറ്റീവിലേക്ക് പോകുമ്പോൾ V1 V2 എന്ന് പറയുന്നത് ഈ 2 ട്രാൻസിസ്റ്ററിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് കേട്ടോ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇടയിലുള്ള ഇതാണ് നമ്മൾ V1, ഇതാണ് നമ്മുടെ V2 കേട്ടോ. ഓക്കെ, V2 എന്താവും നെഗറ്റീവ് ആവും. സോ ദാറ്റ് ട്രാൻസിസ്റ്റർ Q2 is ബയാസ്ഡ് ഓഫ്, അപ്പോൾ Q1 എന്താവും ബയാസ്ഡ് ഓൺ ആവും അല്ലേ. ആസ് ദ കളക്ടർ കറണ്ട് ഇൻ ദ Q1 ഇൻക്രീസസ് ടു 0, കളക്ടർ കറണ്ട് 0ലേക്ക് പോകുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹാഫ് സൈൻ വേവ് ഓഫ് വോൾട്ടേജ് അക്രോസ് ദ അപ്പർ ഹാഫ് ഓഫ് ദ പ്രൈമറി. ആൻഡ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഗോസ് Q2 ബിഗിൻസ് ടു ഗോ നെഗറ്റീവ്. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ദ സിഗ്നൽ അറ്റ് Q2 ബേസിസ് കമൻസ് ടു ഗോ പോസിറ്റീവ്. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ പോസിറ്റീവും, പോസിറ്റീവിലേക്ക് പോകുമ്പോൾ എന്താവും നെഗറ്റീവ് ആവും. അത്ര ഉള്ളതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ആസ് Q1 ബിക്കംസ് ബയാസ്ഡ് ഓഫ്, Q1 ബയാസ്ഡ് ആകുമ്പോൾ Q2 എന്താവും ഓൺ ആവും. ആൻഡ് എ ഹാഫ് സൈക്കിൾ ഓഫ് voltage waveform is generated across the lower primary winding of output transformer. ക്ലിയർ? അതാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നേരെ റിവേഴ്സ് ഓപ്പറേഷൻ നടക്കുന്ന പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. ഓക്കെ, ഇൻ എ ക്ലാസ് B ആംപ്ലിഫയർ സർക്യൂട്ട് ദ 2 ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റേഴ്സ് ആർ സെറ്റ് ടു ബി ഓപ്പറേറ്റിംഗ് ഇൻ പുഷ് പുൾ. ഇവിടെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, പുഷ് പുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. എ ഫുൾ വേവ് ഈസ് ഡെവലപ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഫുൾ വേവ് നമുക്ക് എന്ത് കിട്ടും, ഞാൻ വരയ്ക്കാതെ. ഓക്കെ, സിഗ്നലൊന്നും പ്രസൻറ്റ് ആവുന്നില്ലെങ്കിൽ ബോത്ത് ട്രാൻസിസ്റ്റർ റിമെയിൻ ഓഫ് ആൻഡ് ദസ് നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദ DC സോഴ്സ്. ഹെൻസ് നോ സിഗ്നലൊന്നും ഇല്ല, അപ്പോൾ കറണ്ടൊന്നും ഡ്രോ ചെയ്യുന്നില്ല, ഡിസിപ്പേഷൻ ഓഫ് പവറും ഉണ്ടാവുന്നില്ല. ഓക്കെ, സം പവർ ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ഈച്ച് ട്രാൻസിസ്റ്റർ ഓൺലി വൈൽ ദ ട്രാൻസിസ്റ്റർ ഈസ് കണ്ടക്ടിങ്. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലും ഒരു പവർ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഹാപ്പൻ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ദ ലോഡ് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ സെക്കൻഡറി ഓഫ് ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ അല്ലേ. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലാണ് എന്ത് ചെയ്യുന്നത്, ലോഡ് റെസിസ്റ്റർ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് ദ ടേൺ റേഷ്യോ, അതായത് നമ്മുടെ 2n1 (n2) എന്നുള്ളതാണ് ടേൺ റേഷ്യോ. ഓക്കെ, ആ 2n1 കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് വരക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇത് n1 അതുകൊണ്ടാണ് 2n1 വരുന്നത്, ഇവിടെ n2. ഓക്കെ, അപ്പോൾ 2n1 n2 അല്ലെങ്കിൽ ആ റേഷ്യോ 2n1 (n2) ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് ചോസൻ സോ ദാറ്റ് ദ ലോഡ് റെസിസ്റ്റർ RLനെ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. നമ്മുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിട്ട് എന്ത് ചെയ്യണം, മാച്ച് കണ്ടിരണം. അങ്ങനെ മാച്ച്ഡ് കണ്ടീഷൻസിൽ എന്ന് വെച്ചാൽ മാക്സിമം പവർ എങ്ങോട്ടേക്ക് ഡെലിവർ ചെയ്യും, ലോഡിലേക്ക് എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വർക്കിംഗ് ഒക്കെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി, അതിൽ വലിയ പോയിൻറ്റ്സ് ഒന്നും ഇല്ല കാര്യമായിട്ട്, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ വേവ് ഫോം ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ഇതാണ് നമ്മുടെ എന്ത് പൈ, ഇതാണ് നമ്മുടെ എന്ത് 2π അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വരക്കുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്, ഇതാണ് നമ്മുടെ എന്ത് VO. ഓക്കെ, ഇതിൽ എന്താണ് രണ്ട് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, രണ്ട് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സ് രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കേസ് 1 എന്താണ്, 0 മുതൽ π വരെ, അതായത് നിങ്ങളുടെ Q1 എന്താവും, ഓൺ ആവും, Q2 എന്താവും, ഓഫ് ആവും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇത് Q1 ഓൺ, Q2 ഓഫ്, Q1 ഓണും Q2 ഓഫും. ക്ലിയർ അല്ലേ?
കേസ് 2 എന്താണ് രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതായത് പൈ ടു 2π എന്താവും നേരെ റിവേഴ്സ് അല്ലേ Q1 എന്താവും ഓഫ് ആവും Q2 എന്താവും ഓൺ ആവും അങ്ങനെ രണ്ട് കണ്ടീഷനും വരുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ എന്ത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് ഓർക്കുക അപ്പോൾ Q1 ഓഫും Q2 എന്താവും ഓൺ ആവും ക്ലിയർ ആണല്ലോ അപ്പോൾ അത്രയും പോയിന്റുകൾ ഓർക്കുക ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു ഫുൾ സൈക്കിൾ ഓഫ് ഔട്ട്പുട്ട് ഈസ് അവൈലബിൾ ഓവർ ദ എൻറ്റയർ സൈക്കിൾ ഓക്കെ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം കാരണം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യമാണ് ചോദിക്കുക അഡ്വാൻറ്റേജ് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് ഓക്കെ ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് ഈസ് അവൈലബിൾ ഓവർ ദ എൻറ്റയർ ഫുൾ സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ അല്ലേ ഇൻപുട്ട് സിഗ്നലിൻ്റെ അത്ര തന്നെ നമുക്ക് ഫുൾ സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഈവൺ ഹാർമോണിക്സ് എന്തായിട്ടുണ്ട് ഈവൺ ഹാർമോണിക്സ് ആർ എലിമിനേറ്റഡ് ഓക്കെ പുഷ് പുൾ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈവൺ ഹാർമോണിക്സ് എന്താ എലിമിനേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഓവറോൾ THD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ എന്താണ് പ്രശ്നം വരിക രണ്ട് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് എന്ത് ചെയ്യുന്ന ആവശ്യമുള്ളത് രണ്ട് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ സൈസ് കൂടുതലായിരിക്കും അതുപോലെ കോംപ്ലക്സ് ആയിരിക്കും അതുപോലെ ഇറ്റ് വിൽ ബി എ കോസ്റ്റ്ലി വൺ ഓക്കെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അടുത്ത പറയുന്നത് എന്താണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഉണ്ട് ഓക്കെ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മുടെ ഏത് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് ഓർക്കുക ഓക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ആംപ്ലിഫയർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ക്ലാസ് AB ആണ് അതിനെ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതും കൂടി ഓർക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷനെ കുറിച്ചാണ് ഓക്കെ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്രോസ് ഓവർ ഉണ്ട് ക്ലാസ് AB ഉണ്ട് അല്ലേ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ഓവർ ഡിസ്റ്റോർഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു ബ്രീഫിങ് നമുക്ക് എന്ത് ചെയ്യാം നടത്താം പിന്നെ ജസ്റ്റ് അതിൻ്റെ കമ്പാരിസണും കൂടിയേ ഉള്ളൂ ഓക്കെ ചെറിയ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പവർ ആംപ്ലിഫയർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒബ്ജക്റ്റീവ്സ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം കേട്ടോ ഓക്കെ ദെൻ താങ്ക് യു